ഫലസ്തീനികളെ പുറത്താക്കി ഗസ ഏറ്റെടുക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്കിടെയാണ് ഈജിപ്തിൽ അടിയന്തരമായ അറബ് ഉച്ചകോടി ചേരുന്നത്. കഴിഞ്ഞ ദിവസം കെയ്റോയിൽ സമാപിച്ച ഉച്ചകോടിയിൽ ട്രംപിന്റെ ഗസ റിവിയേറ പദ്ധതിക്കുള്ള ബദൽ രേഖ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈജിപ്ത് അവതരിപ്പിച്ച പുനർനിർമ്മാണ പദ്ധതിക്ക് അറബ് നേതാക്കൾ അംഗീകാരം നൽകിയെന്നാണ് വിവരം. 3 ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കുന്ന പുനർനിർമ്മാണ പ്രവൃത്തിക്ക് $53 ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് സീസിയാണ് ഉച്ചകോടിയിൽ ഗസ പുനർനിർമ്മാണ പദ്ധതി അവതരിപ്പിച്ചത്. ഗസയെ തകർത്തു കളഞ്ഞ സംഘർഷത്തിൽ സമാധാനം കൊണ്ടുവരാൻ ട്രംപിനാകുമെന്ന് പ്രസംഗത്തിൽ സീസി പറഞ്ഞു. അതേസമയം ട്രംപിന്റെ ഗസ പ്രോജക്റ്റിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി ഫലസ്തീനികളെ ഒരു നിലയ്ക്ക് പുറത്താക്കാതെയാകും പുനർനിർമ്മാണം നടക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. 3 ഘട്ടങ്ങളായാണ് പദ്ധതി വേർതിരിച്ചിരിക്കുന്നത്. ആഭ്യന്തര നടപടികൾ, പുനർനിർമ്മാണം, ഭരണം എന്നിങ്ങനെയാണ് 3 ഘട്ടങ്ങൾ. ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ 6 മാസമെടുക്കും. അടുത്ത ഘട്ടം 4 മുതൽ 5 വർഷം വരെ നീളുമെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗസ പുനർനിർമ്മാണം, സമാധാനവും സുരക്ഷയും സ്ഥാപിക്കൽ, ഫലസ്തീൻ അതോറിറ്റിയുടെ ഭരണം തിരിച്ചുകൊണ്ടുവരൽ എന്നിവയാണ് മുന്നിലുള്ള ലക്ഷ്യങ്ങൾ. 17 വർഷത്തിനു ശേഷം അതോറിറ്റിക്ക് ഗസ മുനമ്പിലേക്ക് തിരിച്ചെത്താനുള്ള അവസരമാണ് അറബ് രാജ്യങ്ങൾ തുറക്കുന്നത്. ആഭ്യന്തര നടപടികൾക്കായി $3 ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഫലസ്തീൻ അതോറിറ്റിക്ക് കീഴിലുള്ള ഹമാസ് ബന്ധമില്ലാത്ത ടെക്നോക്രാറ്റുകളുടെ ഒരു സമിതി രൂപീകരിക്കും. ഇവരായിരിക്കും പുനർനിർമ്മാണത്തിന്റെ 3 ഘട്ടത്തിലും മേൽനോട്ടം വഹിക്കുക. ശേഷം മുനമ്പിലെ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് പുനർനിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കും. ഗസയിലെ പ്രധാന പാതയായ നോർത്ത് സൗത്ത് ഹൈവേ സലാവുദ്ദീൻ സ്ട്രീറ്റിലെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കും. റോഡ് സജ്ജമായാൽ 12 ലക്ഷം ഫലസ്തീനികൾക്കായി 6 മാസം കൊണ്ട് 2 ലക്ഷം താൽക്കാലിക ഭവനങ്ങൾ നിർമ്മിക്കും. തകർന്നടിഞ്ഞ 60,000 കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്യും. പുനർനിർമ്മാണത്തിന് മാറ്റിവെച്ച 2ാം ഘട്ടത്തിന് $20 ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഈ ഘട്ടത്തിലും കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യൽ തുടരും. മുഴുവൻ ഗസക്കാർക്കുമായി 4 ലക്ഷം സ്ഥിരം ഭവനങ്ങൾ നിർമ്മിക്കുകയും ജല, വൈദ്യുത, ടെലികോം, മാലിന്യ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യും. 30 മാസം കൊണ്ട് മുഴുവൻ ഗസക്കാർക്കും സ്ഥിരം വീടുകൾ യാഥാർത്ഥ്യമാക്കും. വ്യാവസായിക മേഖലയും മത്സ്യബന്ധന, വാണിജ്യ തുറമുഖങ്ങൾ നിർമ്മിക്കുകയും വിമാനത്താവളം പുനർനിർമ്മിക്കുകയും ചെയ്യും. അവസാന ഘട്ടത്തിൽ ഭരണതലത്തിലുള്ള നടപടികൾക്കായിരിക്കും ഊന്നൽ നൽകുക. ഇതിനായി $30 ബില്യൺ ചെലവ് വരും. മാനുഷിക സഹായത്തിനും ഭരണകാര്യങ്ങൾക്കും സാങ്കേതിക വിദഗ്ധരുടെ സമിതി മേൽനോട്ടം വഹിക്കും. ഇവരെ സാമ്പത്തികമായി സഹായിക്കാനായി ഒരു സ്റ്റിയറിംഗ് ആൻഡ് മാനേജിംഗ് കൗൺസിലും രൂപീകരിക്കും. പുനർനിർമ്മാണ പ്രവർത്തികൾക്കുള്ള സാമ്പത്തിക സഹായം എത്തിക്കാനായി വിദേശ രാജ്യങ്ങളുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കും. ഇതോടൊപ്പം ഗസ മുനമ്പിൽ ദീർഘകാലത്തേക്കുള്ള വികസന പ്രവർത്തികൾക്ക് തുടക്കമിടാനും പദ്ധതിയുണ്ട്. അതേസമയം പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഭാവി ഗസയുടെ ഭരണം സംബന്ധിച്ചുമുള്ള സുപ്രധാന വിഷയങ്ങൾ പദ്ധതിയിൽ വ്യക്തമാക്കിയിട്ടില്ലെന്നാണ് സൂചന. പുനർനിർമ്മാണത്തിന് ഏതൊക്കെ രാജ്യങ്ങൾ സംഭാവന ചെയ്യുമെന്നും ഓരോ രാജ്യങ്ങളുടെയും വിഹിതം എത്രയാണെന്നും വ്യക്തമാക്കുന്നില്ല. ഭാവി ഗസ ഭരണത്തിൽ ഹമാസ് പങ്കാളിയാകുമോ എന്ന കാര്യവും പറയുന്നില്ലെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസുമായി ബന്ധമില്ലാത്ത സ്വതന്ത്ര ഫലസ്തീനി ടെക്നോക്രാറ്റുകളായിരിക്കും യുദ്ധത്തിനു ശേഷം ഗസയുടെ ഭരണം നിർവഹിക്കുകയെന്നാണ് സീസി പ്രസംഗത്തിലും സൂചിപ്പിച്ചത്. മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതും മറ്റു കാര്യങ്ങളും താൽക്കാലികമായി ഈ സംഘമായിരിക്കും നിർവഹിക്കുക. പിന്നീട് ഫലസ്തീൻ അതോറിറ്റിക്ക് അധികാരം കൈമാറും. സാഹചര്യം അനുകൂലമായാൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലസ്തീൻ പോലീസിനെ പരിശീലിപ്പിക്കുമെന്ന് ഈജിപ്തും ജോർദാനും അറിയിച്ചിട്ടുമുണ്ട്. പുനർനിർമ്മാണം പൂർത്തിയാകും വരെ ഗസ ഭരണത്തിന് മേൽനോട്ടം വഹിക്കാൻ സമാധാന ദൗത്യ സംഘത്തെ അയക്കാൻ ഇരു രാജ്യങ്ങളും UN രക്ഷാസമിതിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഗസ പുനർനിർമ്മാണ പദ്ധതിയെ ഹമാസ് സ്വാഗതം ചെയ്തു. ഫലസ്തീൻ വിഷയത്തോടുള്ള അറബ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഐക്യദാർഢ്യത്തിൽ ശ്രദ്ധേയമായ ചുവടുവയ്പ്പാണ് കെയ്റോയിലെ ഉച്ചകോടിയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് സംഘം പ്രതികരിച്ചു. ഫലസ്തീനികളെ പുറത്താക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങളെ തള്ളിക്കളഞ്ഞ അറബ് നേതാക്കളെ അഭിനന്ദിക്കുന്നതായും ഹമാസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഗസ പുനർനിർമ്മാണ പദ്ധതി വിജയകരമാക്കാൻ എല്ലാ നടപടികളും കൈക്കൊള്ളണമെന്നും സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്.